കോഴിക്കോട് നടക്കാവിൽ പ്രവർത്തിക്കുന്ന സാന്ത്വനം സ്പെഷ്യൽ സ്കൂൾ നാടിന് മാതൃകയാവുന്നു. ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുട്ടികളെ പരിപാലിച്ചുകൊണ്ടാണ് ഇവർ നാടിന് മാതൃക കാട്ടുന്നത്. ഇത്തരം കുട്ടികളെ പ്രത്യേക രീതിയിൽ പരിപാലിച്ച് നേരിന്റെ നേർവഴിയിലേക്ക് നയിക്കാനാണ് കിഡ്സെറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹികൾ ശ്രമിക്കുന്നത്. കിഡ്സെറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സാന്ത്വനം സ്പെഷ്യൽ സ്കൂൾ ഒരു നാടിന് തന്നെ മാതൃകയാവുകയാണ്. ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുട്ടികളുടെ സംരക്ഷണം സ്വയം ഏറ്റെടുത്ത് നടത്തുന്ന ഇവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന തിരിച്ചറിവാണ് ഞങ്ങളെ ഇവിടെ എത്തിച്ചത്. ഓട്ടിസം, ബുദ്ധിമാന്ദ്യം, മസ്തിഷ്ക തളർവാദം, ബഹുവൈകല്യം തുടങ്ങിയ രോഗങ്ങൾ ബാധിച്ച കുട്ടികളുടെ രക്ഷിതാക്കൾ ചേർന്നാണ് കിഡ്സെറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റിന് രൂപം നൽകിയത്. സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലായിട്ടും 2003 മുതൽ ഇവർ ഇതിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. 40ഓളം ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. 34 കുട്ടികളെ സാന്ത്വനം സെന്ററിൽ എത്തിച്ചും മറ്റ് 6 പേരെ അവരുടെ വീട്ടിൽ ചെന്നുമാണ് ഇവർ പരിപാലിക്കുന്നത്. ബുദ്ധിമാന്ദ്യം, ഓട്ടിസം, സെറിബ്രൽ പാസി, ബഹുവൈകല്യങ്ങൾ എന്നീ 4 തരം ഡിസബിലിറ്റിയുള്ള കുട്ടികൾ അവരുടെ ജീവിതകാലം മുഴുവൻ അവർക്ക് പരസഹായം ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. എന്നാൽ ഇത്തരം കുട്ടികളെ അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ സർക്കാർ കഴിവിൻ്റെ പരമാവധി സഹായിക്കുന്നുണ്ട്. പക്ഷേ അതിലുപരിയായിട്ട് ഇവർക്ക് വല്ല അസുഖവും വന്നു കഴിഞ്ഞാൽ ഇവരെ ഒരു ആതുരാലയത്തിൽ എത്തിക്കുവാൻ വലിയ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല ഇത്തരം കുട്ടികൾ അവരുടെ സ്വാഭാവികമായിട്ടുള്ള സ്വഭാവ വൈകല്യവും ഹൈപ്പർ ആക്ടിവിറ്റിയും എപ്പിലെപ്സി തുടങ്ങിയ അസുഖങ്ങളും കാരണം അവരെ സാധാരണ ആളുകളുടെ കൂടെ ഇരുത്തി ഒരു കൺസൾട്ട് ചെയ്യാനോ ഡോക്ടറെ കാണുവാനോ വലിയ ബുദ്ധിമുട്ടാണ്. അത്തരം പ്രത്യേക സംവിധാനമില്ലാത്ത ഹോസ്പിറ്റലുകളിൽ ഈ കുട്ടികളെ എത്തിക്കുമ്പോൾ അധികാരികളും ഹോസ്പിറ്റൽ അധികൃതർക്കും അത് വലിയൊരു തലവേദനയായി മാറുന്നുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ കേരളത്തിലുള്ള ഏകദേശം 16 ലക്ഷത്തോളം വരുന്ന ഇത്തരം വൈകല്യമുള്ള വ്യക്തികളും അവരെ ഉൾക്കൊള്ളുന്ന അവരുടെ കുടുംബവുമൊക്കെ വലിയൊരു വിഷമമാണ് ഈ അവസരത്തിൽ അനുഭവിക്കുന്നത്. അതിനുവേണ്ടി കിഡ്സെറ്റ് ഇത്തരം കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ന്യൂറോ സെൻറ്റർ, ഒരു ഹോസ്പിറ്റൽ കോഴിക്കോട് കേന്ദ്രീകരിച്ച് തുടങ്ങുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. പരിശീലനം ലഭിച്ച 4 അധ്യാപകരടക്കം 11 സ്റ്റാഫുകളാണ് കിഡ്സെറ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നത്. രക്ഷിതാക്കളുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് ഇവിടെ കുട്ടികളുടെ പഠനവും നടക്കുന്നത്. കേരളത്തിൽ 14 ലക്ഷത്തോളം കുട്ടികൾക്ക് ബുദ്ധിമാന്ദ്യം സംഭവിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. ഇതിൽ കുറച്ച് കുട്ടികളെയെങ്കിലും പരിപാലിച്ച് നേരിന്റെ നേർവഴിയിലേക്ക് നയിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. സാധാരണ ആശുപത്രികളിൽ ഇവർക്ക് ശരിയായ ചികിത്സ ലഭിക്കുന്നില്ലെന്നും അതിനാൽ ഇത്തരം കുട്ടികളെ പരിപാലിക്കുവാനും ചികിത്സിക്കുവാനുമായി പ്രത്യേക ആശുപത്രി തന്നെ വേണമെന്നാണ് ഇവരുടെ ആവശ്യം. നമ്മുടെ കിഡ്സെറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിൽ നിങ്ങൾക്കറിയാം, രക്ഷിതാക്കൾ ചേർന്ന് നടത്തുന്ന ഒരു സംരംഭമാണ് ഇത്. 2003 മുതൽ കോഴിക്കോട് ജില്ലയിൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് കൂടിയാണ്. രക്ഷിതാക്കൾ നടത്തുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് കൂടിയാണിത്. അതിൻ്റെ കീഴിലുള്ള ആദ്യത്തെ സ്പെഷ്യൽ സ്കൂളാണ് ഇവിടെ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. ഇവിടെ ഇപ്പം 40 കുട്ടികളുണ്ട്. അതിൽ സ്ഥിരമായിട്ട് വരുന്നത് 33 കുട്ടികൾ നമ്മളെ സ്ഥിരമായിട്ട് ഇവിടെ വരുന്നുണ്ട്. അതിൽ 7 കുട്ടികൾ നമ്മുടെ ഹോം ബേസ്ഡ് ആയിട്ടുള്ള കുട്ടികളാണ്. നമ്മൾ ശനിയാഴ്ച ദിവസങ്ങളിൽ അവരുടെ വീടുകളിൽ പോയിട്ട് നമ്മൾ അവർക്ക് ഹോം ബേസ്ഡ് ട്രെയിനിങ് പ്രോഗ്രാമുകളും സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ തുടങ്ങിയ വീട്ടിൽ പോയിട്ട് നമ്മൾ ചെയ്യും. നമ്മുടെ സ്കൂളിൽ ഇപ്പം സാധാരണ സ്പെഷ്യൽ സ്കൂളിൽ നമ്മൾ സൗജന്യമായിട്ടാണ് കുട്ടികൾക്ക് ഭക്ഷണം, യൂണിഫോം, പിന്നെ സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ തുടങ്ങിയവ നൽകുന്നത്. യാതൊരുവിധ ഫീസൊന്നും വാങ്ങുന്നില്ല. മ്യൂസിക് തെറാപ്പി, സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി, പ്രത്യേക വിദ്യാഭ്യാസ പരിശീലനം എന്നിവയാണ് കുട്ടികൾക്ക് ഇവർ നൽകി വരുന്നത്. ഇതിനായി 4 അധ്യാപകരാണ് ഇവിടെ ഉള്ളത്. സർക്കാരിന്റെ കാര്യമായ ഒരു സഹായവും ഇവർക്ക് ഇന്നേ വരെ ലഭിച്ചിട്ടില്ല. നല്ലവരായ നാട്ടുകാരുടെ ധനസഹായം കൊണ്ട് മാത്രമാണ് ഇവർ ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്നത്. ഒരുപാട് വിലക്കയറ്റവും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ചെറിയൊരു സ്കൂളിനെ പോലും വളരെയധികം ബാധിച്ചിട്ടുണ്ട് നമ്മളിവിടെ. അപ്പോൾ അതുകൊണ്ട് ഓരോ മാസവും ഡീസലിനൊക്കെ കുട്ടികളുടെ വാഹനത്തിൻ്റെ പൈസ ഒരുപാട് വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ നമുക്കതൊന്നും രക്ഷിതാക്കളുടെ അടുത്തു നിന്നും വാങ്ങാനുള്ള നിർവാഹം ഇപ്പം നമ്മുടെ കയ്യിലില്ല.
പക്ഷേ നമുക്കിപ്പോൾ നമ്മുടെ ഓരോ വ്യക്തികളിൽ നിന്ന് തിരിഞ്ഞ ചെറിയൊരു സംഖ്യ നമുക്കത് കൂട്ടിത്തരുവാനായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. പുതിയ ആളുകൾ, നമ്മുടെ സുമനസ്സുകളായ പുതിയ ആളുകൾ നമ്മുടെ സ്കൂളിലേക്ക് കടന്നു വന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് തുടർച്ചയായിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു അവസ്ഥ നമുക്ക് വന്നു തീരുള്ളൂ. പിന്നെ അതുപോലെ തന്നെ സർക്കാർ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു കൂടുതലായിട്ടുള്ള വലിയൊരു സഹായം കിട്ടിയാൽ മാത്രമേ നമുക്കൊരു മുന്നോട്ട് പോകാനുള്ള ഒരു ഇത് വരുള്ളൂ. വിശ്വനാഥ മേനോൻ എന്ന വ്യക്തി സൗജന്യമായി നൽകിയ സ്ഥലത്താണ് ഇപ്പോൾ സാന്ത്വനം സ്പെഷ്യൽ സ്കൂൾ പ്രവർത്തിച്ചു വരുന്നത്. കുട്ടികൾക്ക് ആവശ്യമായ ഭക്ഷണത്തിനുള്ള പച്ചക്കറികൾ കൃഷി ചെയ്യുവാനുള്ള പദ്ധതിയും ഇവർ തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട്. സ്ഥാപനത്തിന്റെ കോമ്പൗണ്ടിൽ രക്ഷിതാക്കളുടെ സഹായത്തോടെയാണ് പച്ചക്കറിത്തോട്ടം ഒരുക്കിയിരിക്കുന്നത്. ഒരു മാസം സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ 70,000 രൂപ